നിങ്ങൾ ഈ പോലീസിന് ഗുണ്ടാലിസ്റ്റൊക്കെ ഉണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഞാൻ 6 മാസം ഇതിൽ കിടന്നു, കാപ്പയെ കിടന്നു. ഇപ്പൊ ഈ 2 കൊല്ലം മുമ്പ്, ഈ ഇത്രയും കൊല്ലമായിട്ട് തന്നെ 2 കൊല്ലം മുമ്പ് എടുത്തേക്കണേ. അപ്പൊ ഈ പത്രക്കാർ മാത്രമല്ല എന്നെ ഇത്രയും പറഞ്ഞ് വികസിപ്പിക്കണേ. ഇതില് വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ നിങ്ങൾ ഒരു തവണയെ ജയിലിൽ കിടന്നിട്ടുള്ളൂ? അതല്ല, ഞാനൊരു എന്റെ ജീവിതത്തിൽ ആദ്യം ഞാൻ ജയിലിൽ കയറിയിട്ടില്ല. എനിക്ക് പറഞ്ഞ കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒറ്റടിക്ക് കയറണോണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് 4, 5 അല്ലെങ്കിൽ 6 പ്രാവശ്യം ഞാൻ ജയിലിൽ കയറിയിട്ടുണ്ടാവും. ഇതിൽ ഒരു പ്രാവശ്യം ഞാൻ 5 കൊല്ലം ജയിലിൽ കിടന്നു. ആകെ എത്ര ജയിലിൽ കിടന്നിട്ടുണ്ടാവും? ഞാനൊരു 6 വർഷം 7 പ്രാവശ്യം കിടന്നിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ പേരിൽ പോലീസ് തപ്പോലും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ആണോ? ഉണ്ട്. അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എവിടെ പോലീസിന് പിടിക്കാം നിങ്ങളെ? പിടിക്കാം. ശരി. പക്ഷെ കേരള പോലീസിന് എനിക്ക് കേസില്ല. കേരള പോലീസ് മനസ്സ് വെച്ചിട്ട് എനിക്ക് ഇപ്പൊ കേസ് തന്നിട്ടുണ്ട്. അതിനാണ് ഇപ്പൊ എന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. അവര് അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതിയല്ല. അതേത് കേസാ? ഇപ്പൊ ഒരു തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ ഒരു മറ്റേ ഗോൾഡ് റോബറി നടന്നിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് ബന്ധമില്ല? ഞാൻ ആ സമയത്ത് എന്റെ വീട്ടിലുണ്ട്, എറണാകുളത്തുണ്ട്. അതിന്റെ വീഡിയോ ഉണ്ട്. എന്റെ ടവർ ലൊക്കേഷൻ നോക്കാൻ പാടില്ലേ? കാരണം പോലീസുകാർ വിളിച്ചോണ്ടിരിക്കുന്ന നമ്പറല്ലേ. ഞാൻ അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ആരെ കോയമ്പത്തൂർ പോലീസ് കേസെടുത്തു? പിന്നെ നിങ്ങൾ കേരള പോലീസ് എത്തുന്നത് എന്തിനാ? കേരള പോലീസിന് ആവശ്യമാണല്ലോ എന്നെ പിടിച്ചകത്തേക്ക് ഇടുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്നെ എൻകൗണ്ടർ ചെയ്യിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണല്ലോ. ഇപ്പൊ അതാണ് അവരുടെ ലക്ഷ്യം. കേരള പോലീസിന്റെ ചില ഉദ്യോഗസ്ഥരുടെ ആവശ്യം അതാണ്.